നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഒന്നെടുക്കാം. നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായമാണ്. 17-ാം അധ്യായം ഒന്നെടുക്കാമോ? അതിൻ്റെ 1-ാമത്തെ വേദവാക്യം വായിച്ചിട്ട് നമുക്ക് പിന്നീട് അടുത്ത ചില സെന്റൻസ് വായിക്കാം. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, അടുത്തത്, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. അടുത്തത്, നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. അടുത്തത്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ആമേൻ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദവാക്യമാണ് ഇന്നത്തെ ദൈവവചന പഠനത്തിന് വേണ്ടി, ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയാണ് 17-ാം അധ്യായം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 16-ാം അധ്യായത്തിൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഇടറി പോകാതിരിക്കേണ്ടതിന്. ഒന്ന് വായിക്കാമോ? 16-1 വായിച്ച മോനെ. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കേണ്ടതിന്, നിങ്ങൾ ഇടറിപ്പോകാതെ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. 16-ാം അധ്യായത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. എന്താണ്? ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. നിങ്ങൾക്കറിയാം, 15-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അതിനേക്കാൾ രക്ഷമായിട്ട് കർത്താവ് യേശു കർത്താവിൻ്റെ 7 അവകാശവാദങ്ങളിൽ ചില അവകാശവാദങ്ങൾ നമുക്ക് 15-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. ഒന്ന് വായിച്ചേ, 15-1. കണ്ടോ? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ്. 15-ാം അധ്യായത്തിൽ കർത്താവ് ആരാണ് എന്ന് തെളിയിച്ചു. കർത്താവിൻ്റെ മഹത്വം എന്തെന്ന് 15-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട്. 15-ാം അധ്യായത്തിൽ നമ്മൾ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ. അങ്ങനെ ഈ കാര്യം പറഞ്ഞ് വന്ന യേശു 16-ാം അധ്യായത്തിൽ വരുമ്പോൾ നിങ്ങൾ ഇടറിപ്പോകാതിരിക്കേണ്ടതിന് ഞാൻ ഇതെന്ത് ചെയ്യുന്നു? നിങ്ങളോട് സംസാരിക്കുന്നു. എന്നിട്ട് അതിന്റെ 16-ന്റെ 2-3 വാക്യം വന്നിട്ടേ, അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന്. അപ്പോൾ അവിടെ 16-ാം അധ്യായത്തിൽ നമുക്ക് ഒരു മുന്നറിയിപ്പ് കർത്താവ് തരുന്നു. എന്നിട്ട് 17-ാം അധ്യായത്തിൽ കർത്താവ് വീണ്ടെടുക്കപ്പെട്ട, വിടുവിക്കപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഒരു മഹാപൗരോഹിത്യ പ്രാർത്ഥന കഴിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 17-ാം അധ്യായത്തിലെ പ്രാർത്ഥന വളരെ ശക്തമാണ്. യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ഏറ്റവും പവർഫുള്ളായ പ്രാർത്ഥനയാണ് ഏത്? ഈ 17-ാം അധ്യായത്തിലെ പ്രാർത്ഥന. നമുക്കറിയാം, യേശു കർത്താവിൻ്റെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയുടെ വേളയിൽ യേശുവിൻ്റെ പ്രാർത്ഥന പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയും. ഗെത്സമനത്തോട്ടത്തിൽ യേശു പ്രാർത്ഥിച്ചിട്ടുണ്ട്. 5 അപ്പം കയ്യിലെടുത്ത് യേശു പ്രാർത്ഥിച്ചിട്ടുണ്ട്. ലാസറിൻ്റെ കല്ലറവാതിക്കൽ വെച്ച് യേശു പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം യേശുവിൻ്റെ വ്യത്യസ്തമായ പ്രാർത്ഥന കാണാൻ കഴിയും. എന്നാൽ 17-ാം അധ്യായത്തിലെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. എന്താണ് ആ പ്രാർത്ഥനയുടെ പ്രത്യേകത? അത് അറിയേണ്ടതിന് നിങ്ങൾ അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ വരണം. കുറിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ കുറിച്ചു വെക്കണം. അതിൻ്റെ ആ പോയിന്റ് ഒന്ന് കുറിച്ചു വെച്ചാൽ നമുക്ക് 17-ാം അധ്യായം പഠിക്കാൻ എളുപ്പമായിരിക്കും. ഒന്ന് വായിച്ച 19-ാം വാക്യം. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അടുത്ത വാക്യം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ. 19-ാമത്തെ വാക്യം അല്ലേ? 19 വായിച്ചേ. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല,
ഇവരുടെ വചനത്താൽ. അതിന്റെ 11-ാമത്തെ വാക്യം 11 ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ എന്ത് ചെയ്യണമേ. യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, അല്ലെങ്കിൽ 3-4 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ 1-ാമത്തെ വിഷയം 17:11 നോട്ട് ചെയ്തോ. 1, വിശ്വാസികൾ ഒന്നായിരിക്കേണ്ടതിന് യേശു കർത്താവ് പ്രാർത്ഥിച്ചു. ആമേൻ. എത്ര പേർക്ക് മനസ്സിലായി? അവിടെ ഏറ്റവും അധികം കർത്താവ് ഊന്നൽ കൊടുത്ത വിഷയം, കർത്താവ് ഏറ്റവും അധികം ശ്രദ്ധ പതിപ്പിച്ച വിഷയം, പ്രാർത്ഥിക്കാൻ യേശു കർത്താവ് ഏറ്റവും കൂടുതൽ എടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പിതാവേ, ഇനി ഞാൻ ഈ ലോകത്തിൽ ഇല്ല, അവർ ഈ ലോകത്തിൽ ഇരിക്കുന്നു. അങ്ങ് എനിക്ക് തന്നിട്ടുള്ള ഇവർക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവര് എന്താകേണ്ടതിന്, ഒന്നാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരാമേൻ പറയാൻ പറ്റുമോ? യേശു കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്തായിരുന്നു? ദൈവമക്കളായ നമ്മളെല്ലാം എന്തായിരിക്കണം? ഒന്നായിരിക്കണം. പ്രാർത്ഥനയിൽ ഒന്നായിരിക്കണം, അഭിഷേകത്തിൽ ഒന്നായിരിക്കണം, ദൈവ സാന്നിധ്യത്തിൽ ഒന്നായിരിക്കണം, ദൈവ മഹത്വത്തിൽ ഒന്നായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അടുത്ത വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അവർ ഒന്നായിരിക്കണമെങ്കിൽ അങ്ങെനിക്ക് തന്നിട്ടുള്ള നാമത്തിൽ അങ്ങവരെ കാത്തുകൊള്ളണമേ. അങ്ങനെ ആ വാക്കിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാ, ഇവർ ഒരിക്കലും ഒന്നാകാതെ വണ്ണ ഏതൊക്കെയോ നാമങ്ങൾ ഇവർക്കെതിരെ വ്യാപരിക്കുന്നുണ്ട്, കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്നുണ്ട്, അവിടെ തലമുറകളിൽ വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, പിതാവേ, ഇവർ ഒന്നാകേണ്ടതിന്, വെറുതെ ഒന്നാകേണ്ടതിനല്ല, അവരെന്നും ഒന്നായിരിക്കേണ്ടതിന് അങ്ങെനിക്ക് തന്നിട്ടുള്ള അങ്ങയുടെ നാമത്തിൽ അങ്ങവരെ പരിപാലിക്കണമേ. ആമേൻ. ഇന്ന് നിങ്ങൾ ഈ വാക്യം ഒന്ന് ശ്രദ്ധയോടെ പഠിക്കണം കേട്ടോ. കർത്താവ് എന്തുകൊണ്ടാണ് ഇത്രയും ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചത്? പിശാചിന്റെ ഏറ്റവും വലിയ പരിപാടി, ഒരിടത്തും ഒന്നാകാൻ അവൻ അനുവദിക്കത്തില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഒരു കുടുംബത്തിനകത്ത് 2 മക്കളെ ഉള്ളൂ, പക്ഷെ ഒന്നാകാൻ പറ്റുന്നുണ്ടോ? ഒന്നാകാൻ കഴിയുന്നില്ല. ചരിത്രമെന്ന് നോക്കിക്കേ. അവൻ വേദപുസ്തകത്തിന്റെ ചരിത്രം പഠിച്ചു വരുമ്പോൾ ആദം ഹവ്വ എന്ന് പറയുന്ന അവർക്ക് ലഭിച്ച 1-ാമത്തെ തലമുറയുടെ ചരിത്രം ഒന്ന് എടുത്തു നോക്കിക്കേ. ആ തലമുറയുടെ ചരിത്രം പഠിക്കുമ്പോൾ 4 ഇല്ലല്ലോ, 6 ഇല്ലല്ലോ, 10 ഇല്ലായിരുന്നല്ലോ, ആകെ കൂടി പറയാൻ 2 ഉണ്ടായിരുന്നുള്ളൂ, ഒരു കൈനും ഒരു ഹാബേലും. പക്ഷെ എന്ത് പറ്റി? യൂണിറ്റിയെ തകർത്ത ഒരു പൈശാചിക മണ്ഡലം അവിടെ നിന്ന് ആരംഭിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണം, ഒന്നാകുന്നിടത്ത് ഒരു വിടുതലുണ്ട്, ഒന്നിച്ച് നിൽക്കുന്നിടത്ത് ഒരു വിടുതലുണ്ട്, ഒരുമിച്ച് പോകുന്ന ആശയത്തിനകത്ത് ഒരു വിടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ശത്രുവിന്റെ ഏറ്റവും വലിയ വിഷയം ഒന്നായിരിക്കുന്നതിനെ ചിതറിപ്പിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അവൻ നിങ്ങളുടെ കുടുംബത്തിനകത്ത് കർത്താവ് ആഗ്രഹിക്കുന്ന എന്നാണെന്നറിയാമോ? ഒന്നായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പാലക്ക പിരിഞ്ഞിരിക്കുന്നത് പോലെ പിരിഞ്ഞിരിക്കുന്ന ഒരു ജനസമൂഹത്തിന് നടുവിൽ നിന്ന് യേശു പ്രാർത്ഥിക്കുന്ന, പിതാവേ, ഇവർ ഒന്നായിരുന്നെങ്കിൽ, ഇവിടെ കുടുംബത്തിനകത്ത് ഒന്നായിരുന്നെങ്കിൽ, ഇവിടെ ഭവനത്തിനകത്ത് ഒന്നായിരുന്നെങ്കിൽ, ഇവിടെ സഹോദരന്മാർ തമ്മിൽ ഒന്നായിരുന്നെങ്കിൽ, ഇവിടെ സഹോദരിമാർ തമ്മിൽ ഒന്നായിരുന്നെങ്കിൽ, അവൻ നടക്കത്തില്ല. ദൈവമൈതലേ, ഒരിക്കലും ഒന്നാക്കി തീർക്കാൻ പിശാച് അനുവദിക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ആ നാമത്തിൽ അവൻ ചില വിടുതലുകൾ ഇന്ന് രാത്രി സംഭവിക്കട്ടെ.
ഈ രാത്രിയിലെ ദൂത് എല്ലാവർക്കുമുള്ള ഒരു ദൂതായി ഏറ്റെടുക്കണം കേട്ടോ. ആ ഒരു നാമമുണ്ട് കേട്ടോ. ഒന്നാകുന്നതിനെ ചിതറിപ്പിക്കുന്ന, അതിനെ തകർക്കുന്ന ഒരു നാമമുണ്ട്. ആ നാമം സകല നാമത്തേക്കാൾ മേലായ നാമമായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. എവിടെയാണോ ചിതറിക്കുന്നത്, എവിടെയാണോ അകറ്റിക്കളയുന്നത്, എവിടെയാണോ ചിതറിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ വരുന്നത്, അതിനെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അതിനെ ദൈവം ചീതിക്കളയട്ടെ. കരമുയർച്ച നല്ലൊരു ഹല്ലേലൂയ പറ. സ്തോത്രം. ആമേൻ. വളരെ ശ്രദ്ധിക്കുക ദൈവമക്കളെ. എവിടെയാണ് നമുക്ക് ഒന്നാകാൻ കഴിയുന്നത്? എവിടെയാണ് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നത്? അല്ലേ? അവൻ ഒരുപാടൊന്നും വേണ്ടല്ലോ. രണ്ടുള്ളിടത്തല്ലേ ചിതറിപ്പ് വരുന്നത്, രണ്ടുള്ളിടത്തല്ലേ അവൻ വിഭിന്നമായ ചിന്ത വരുന്നത്. പക്ഷെ ഒരു കാര്യം യേശു പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇടർച്ച ഉണ്ടാകുന്നത് സാധാരണം, പക്ഷെ ഇടർച്ച ഉണ്ടാക്കുന്നവനോ അയ്യോ കഷ്ടം. ഇവിടെയാ വിഷയം. ഇടർച്ച ഉണ്ടാകാൻ പാടില്ല. ഇടർച്ച ഉണ്ടാകാതിരിക്കുന്നത് അസാധ്യമാണ്. പക്ഷെ അടുത്ത വാക്യം, ഇടർച്ച ഉണ്ടാക്കുന്നവനോ അയ്യോ കഷ്ടം. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇടർച്ച ഉണ്ടാക്കുന്നവനെ അവന്റെ കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ കൊണ്ടുപോയി ഇടണം. അല്ലേ? അപ്പോൾ ഇടർച്ച ഉണ്ടാക്കുന്നവൻ അയ്യോ കഷ്ടം. അങ്ങനെ ഇടർച്ച ഉണ്ടാക്കുന്നത് ആരാ? ഞാൻ ഈ പറയുന്ന സഭയുടെ കാര്യമല്ല, കുടുംബത്തിനകത്ത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും യോജിക്കപ്പെടാൻ പറ്റാതെയുണ്ടോ? ആമേൻ. നിങ്ങളുടെ സ്വന്തം മിത്രങ്ങളോട് നിങ്ങൾക്ക് മനസ്സ് തുറന്ന് യോജിക്കപ്പെടാൻ പറ്റാതെയുണ്ടോ? അവിടെ ആശയത്തോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാതിരിക്കുന്നുണ്ടോ? നിങ്ങൾ ഇടർച്ച ഉണ്ടാക്കുന്നവരാ. അപ്പൻ, അമ്മ, മക്കൾ, ചേട്ടൻ, ചേച്ചി, നാത്തൂൻ, സഹോദരിമാർ, സഹോദരങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ സന്തോഷത്തിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ചേരാൻ പറ്റുന്നുണ്ടോ? ഇല്ല എങ്കിൽ നീ ഇടർച്ചക്കാരിയാ, നീ ഇടർച്ചക്കാരനാ. വളരെ ശ്രദ്ധിക്കണം. കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ മുഖവിലക്കെടുക്കാതെ പോയാൽ നമ്മൾ കുറ്റക്കാരാകും. ആമേൻ. യേശു കർത്താവിന്റെ ആമേൻ ആമേൻ മലയിലെ പ്രസംഗത്തിനകത്ത് യേശു ആദ്യമായി എടുത്തു പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ആരാണ്? ഭാഗ്യവാന്മാരാണ്. കണ്ടോ? ആമേൻ. അപ്പൊ ഇവിടെ പറയാണ്, ഒന്നാമത് എന്തു വേണം? നിങ്ങൾ എല്ലാവരും ഐക്യതയുള്ളവരായിരിക്കണം, ഒന്നായിരിക്കണം. എല്ലാവരും ആ വാക്യം ഒന്ന് വായിച്ചേ. ഇനിയെങ്കിലും നമ്മൾ കണ്ടില്ല എന്ന് പറയരുത്. പരിശുദ്ധ പിതാവേ, അവിടെ തൊട്ട് വായിച്ചേ. അവർ ഒന്നായിരിക്കും. അങ്ങനെ പോകല്ലേ. അവർ നമ്മെ പോലെ. ആ പദം ഒന്ന് ശ്രദ്ധിച്ചേ. അവർ നമ്മെ പോലെ ഏകവചനമാണോ ബഹുവചനമാണോ? അങ്ങനെയാണ്. ആരായി നമ്മൾ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന ഈ വാക്യത്തിലെ പ്രാർത്ഥന ശകലത്തിനകത്ത് യേശു പറയാണ്, പിതാവേ, പരിശുദ്ധ പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നായിരുന്നെങ്കിൽ. എന്നോട് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങളെല്ലാം പ്രാർത്ഥനക്കാരല്ലേ? ഞാൻ അതെ. കേരളത്തിൽ എത്രയോ പ്രാർത്ഥനക്കാരുണ്ട്. ഞാൻ ഇഷ്ടം പോലെയുണ്ട്. എല്ലാവരും പ്രാർത്ഥനക്കാരല്ലേ? അതെ. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ? അതെ. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ? അതെ. എന്നിട്ടും എന്താ ഇതൊക്കെ? മറുപടിയില്ല. തിരിച്ചൊന്ന് ചിന്തിച്ചേ. ആമേൻ. നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് കർത്താവ് പറഞ്ഞ പോലെ, ആമേൻ, നമ്മൾ ഒന്നായതുപോലെ, നമ്മൾ ഒന്നായതുപോലെ. നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടവരല്ലേ? നമ്മൾ കർത്താവിനെ കണ്ടവരല്ലേ? നമ്മുടെ ലേബൽ മാറ്റിയില്ലേ ദൈവമക്കൾ എന്നല്ലേ? പക്ഷെ എന്നിട്ടും നമുക്ക് പലയിടത്തും ഒന്നാകാൻ പറ്റുന്നുണ്ടോ? പലയിടത്തും നമുക്ക് കൈ കൊടുക്കാൻ പറ്റുന്നുണ്ടോ?
നമുക്ക് പലരോടും ഒന്നിച്ചൊന്ന് മുഖത്തോട് മുഖം നോക്കാൻ കഴിയുന്നുണ്ടോ? എല്ലാവരോടും നോക്കി ആത്മാർത്ഥമായി നല്ലതുപോലെ ഒന്ന് ചിരിക്കാൻ പറ്റുന്നുണ്ടോ? ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ എന്നും പറയുന്ന ഒരു കാര്യം, ചിരിക്കാനുള്ളതൊക്കെ ഇന്നേ ചിരിച്ച് തീർക്കണം. അവിടെ നിന്ന് വല്ലതും പൊട്ടി കിഴക്കെന്ന് ഇങ്ങോട്ട് വന്നാൽ ചിരിക്കാൻ പിന്നെ സമയം പോലും കിട്ടത്തില്ല. ഒരു സോറി പറയാൻ പോലും എന്ത് ചെയ്യത്തില്ല, സമയം കിട്ടത്തില്ല. ഈ രാത്രി എന്താ ഞാൻ പറയേണ്ടത് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഈ പ്രാർത്ഥന നീ ഒന്ന് പ്രാർത്ഥിക്ക്, ഈ പ്രാർത്ഥന നീ ഒന്ന് പഠിപ്പിക്ക്, എൻ്റെ ജനത്തെ ഒന്ന് പഠിപ്പിക്ക്. അവർക്കൊന്നാകാൻ കഴിയുന്നില്ല. ആമേൻ. അങ്ങനെ എങ്ങനെയാ ഒന്നാകണ്ടേ? റോമാലേഖനം ഒന്ന് എടുത്തേ, റോമാലേഖനം കുറിച്ചെടുത്തോ. ആമേൻ. അതിൻ്റെ 12-ാം അധ്യായം ഈ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 12:5. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും. അപ്പൊ പലരായ നാം ക്രിസ്തുവിൽ ആരാ? ഒരു ശരീരമാ. സഭ എന്ന് പറയുന്നത് എന്താ? എല്ലാവരും പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി കൈ കൊടുത്ത് പറ, നമ്മളൊരു ശരീരമാണെന്ന് പറ. നമ്മളൊരു ശരീരമാ. ഒരു ശരീരമാണ് നമ്മൾ, ഒരു ശരീരമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചിലരോട് ചോദിക്കാറുണ്ട്, ഈ ശരീരമായ നമ്മൾ, ആമേൻ സ്തോത്രം, ഇവിടെയുള്ള എത്ര കൈയിനെ നമുക്കറിയാം, എത്ര കാലിനെ നമുക്കറിയാം, എത്ര ചെവിയെ നമുക്കറിയാം? ഹലോ, നമുക്ക് എത്ര പേരെ അറിയാം? എങ്ങനെ അറിയാനല്ലേ? നമ്മുടെ പാട്ടുകളൊക്കെ നമ്മളെ പഠിച്ചില്ലേ? നമ്മുടെ പാട്ടുകളെല്ലാം നമ്മളെ പഠിച്ചു വെച്ചേക്കുക. അതുകൊണ്ട് നമുക്ക് ശരീരാവയവങ്ങളെ അറിയാൻ പറ്റും. എന്താ നമ്മളെ പാട്ട് നമ്മളെ പഠിച്ചത്? ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ എന്താ പാട്ട്? എൻ്റെ വരി എന്നാ? നിശ്ചയമായി. എന്നിട്ട് അതിൻ്റെ അടുത്ത വരി എന്നാ? ഞാനും എൻ്റെ മക്കളും. അത് രക്തമാ, പക്ഷെ അവയവം എന്ന് പറയുന്നത് ദൈവ. ഞാൻ ഈ രക്ഷിക്കപ്പെട്ടു വന്ന ഈ സഭക്കകത്ത് എത്ര പേര് ഇതിനകത്തുള്ളവർ തമ്മിലൊന്ന് മുഖത്ത് നോക്കി കൈ കൊടുക്കാറുണ്ട്, തമ്മിൽ അറിയാൻ കഴിയുന്നുണ്ട്. ഒരു പാസ്റ്റർ എന്ന നിലയ്ക്ക് എനിക്ക് എല്ലാവരും അറിയാം. ഞാൻ എല്ലാവരും കാണിക്കും, എല്ലാവരും നോക്കുകയും ഇവിടെ കയറി നിൽക്കുമ്പോൾ എല്ലാവരുടെ മുഖം കാണുകയും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ഈ വചനം പഠിച്ചിട്ടുണ്ടോ? കർത്താവ് നമ്മളോട് പറഞ്ഞു തന്നെ, അതുപോലെ പലരായ. അപ്പൊ അല്ലേ? നമ്മളെല്ലാം വിവിധ വീടുകളിൽ ജനിച്ചവരാ, വിവിധ സ്ഥലത്തുനിന്ന് വന്നവരാ. പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും. എന്തായി? ഇപ്പൊ കറുത്തവനും വെളുത്തവനും ചുമന്നവനും പൊക്കം കുറഞ്ഞവനും ഉയരം കൂടി എല്ലാരും എന്തായി? ഒരു ശരീരമായി. ഇനി ഇവിടെ ഉയരക്കുറവില്ല, ശരീര യോഗ്യത കുറവില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ എല്ലാം തലയാരാ? ക്രിസ്തു തലയായപ്പോൾ ഈ ശരീരത്തിന് പൂർണ്ണത വന്നു. ഒരു ഹല്ലേലൂയ പറ. ക്രിസ്തു ശരീരമായപ്പോൾ അല്ലെങ്കിൽ തലയായപ്പോൾ, നാം അവന്റെ ശരീരമായപ്പോൾ നമുക്കൊരു പൂർണ്ണത ദൈവം വന്നു. അതുകൊണ്ട് ബൈബിൾ പറയുകയാണ്, അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ എന്തായി മാറുന്നു? ഒരു ശരീരമായി മാറുന്നു. അപ്പൊ കർത്താവ് ഇപ്പൊ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന എന്താ? കർത്താവേ, പരിശുദ്ധ പിതാവേ, നാം ഒന്നാകുന്ന പോലെ അവരും നമ്മിൽ എന്താകണം? ഒന്നാകണം. ഒരു ഹല്ലേലൂയ പറ. ഒന്നായി തീരാനാ കർത്താവ് മരിച്ചത്. കർത്താവ് മരിച്ചത് എന്തിനാ? നമ്മളെ ഒന്നാക്കാൻ വേണ്ടിയാ മരിച്ചത്. ഇനി ഞാൻ പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധിക്കണം. 17 വന്നേ. ഏത്? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3 സ്ഥലത്ത് കർത്താവ് പ്രാർത്ഥിച്ചു, ഇവർ ഒന്നാകണമേന്ന്. എവിടേക്കാ? വായിക്കാം. ആദ്യം നമ്മൾ വായിച്ചു 17:11. പിന്നെ വായിക്കണം 21-ാം വാക്യം. ഒന്ന് വായിച്ച മോനെ ഇട്ടേ. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും എന്ത് ചെയ്യണം? അപ്പൊ യേശു ഈ ലോകത്ത് വന്നു എന്ന് മറ്റുള്ളവർ വിശ്വസിക്കണമെങ്കിൽ നമ്മളെല്ലാം എന്താകണം? ഹലോ, ഒരു സഹോദരൻ പറഞ്ഞേ, നാം ഒന്നാകാത്തോടത്തോളം കാലം ഈ പട്ടണത്തിൽ ഈ ആളുകൾ, ഈ പരിസരവാസികൾ യേശുവിൽ വിശ്വസിക്കത്തില്ല. രണ്ടാമത്തെ ചിന്ത നിങ്ങൾ ശ്രദ്ധിച്ചേ. ആമേൻ. പിതാവേ, അല്ലേ?
നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും എന്തെയാകണം? ഒന്നാകണം. ഓ, ഒരു കല്ലിലിയോ എന്ന് പറഞ്ഞേ. അതെ, പിന്നെ എന്നൊന്നും കിട്ടത്തില്ല, ഞാൻ ആരാ പുള്ളി, ഞാൻ അങ്ങനെ. അല്ലെങ്കിൽ തമ്മി വീട്ടിൽ നിന്ന് വരുമ്പോൾ അതെ പോകുന്നൊക്കെ കൊള്ളാം, നീ മറ്റേ ആളെ നോക്കാൻ നിൽക്കണ്ട കേട്ടോ, നീ എന്തിനാ അങ്ങോട്ട് പോയി സംസാരിക്കുന്നേ, നീ അങ്ങനെ കുറയൊന്നും വേണ്ട, നിന്റെ കാര്യം പോക്കാടി പോക്ക മോനെ, നിന്റെ കാര്യം പോക്ക. അല്ലെങ്കിൽ സഹോദരിമാർ പറയുക അതെ കാര്യമൊക്കെ ഉള്ള, താൻ അവിടെ ചെല്ലുമ്പോൾ അവർക്കെല്ലാം കൈ കൊടുക്കാൻ നിൽക്കുന്ന കണ്ടോ, അവരോട് എല്ലാം സംസാരിക്കാൻ നിൽക്കണ്ട കേട്ടോ, തനിക്കൊരു സ്റ്റാൻഡേർഡ് ഇല്ലേ മോനെ. സ്റ്റാൻഡേർഡ് പോയി, നിന്റെ സ്റ്റാൻഡേർഡ് പോയി. കാരണം അതില്ല. അത് ഈ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഈ സഭക്കകത്ത് ദൈവ കൃപയിൽ വചനത്തിൽ ഇല്ലെന്ന് എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. അങ്ങനെ ആരെങ്കിലും ഒരു ചിന്തയും കൊണ്ടാണ് വന്നതെങ്കിൽ ഒന്ന് രണ്ടാമത് മാനസാന്തരപ്പെടാനുള്ള ഒരവസരം ദൈവം നിനക്ക് തരികയാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. അത് മനസ്സിലാക്കണം ദൈവമക്കളെ. അയ്യോ, അത് ഇവിടെയല്ല നമ്മൾ കാണിക്കേണ്ടത്, അത് ലോകത്തിലായിരുന്നപ്പോഴാണ് കാണിക്കേണ്ടത്. ക്രിസ്തുവിൽ വന്നപ്പോൾ, ദൈവമക്കളായി വന്നപ്പോൾ അങ്ങനെ ഒരു പതിവ് നമുക്കില്ലെന്നേ. ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും ഉണ്ടാകത്തില്ലേ അവൻ ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് ഞാൻ സംസാരിക്കാം എന്ന് പറയുന്നവർ? അതൊരു ദൈവം പൈതലിന് പറ്റുമോ? പറ്റുമോ ഇല്ലയോ? ബൈബിൾ എന്നാ പറയുന്നേ? മത്തായി എന്നാ പറഞ്ഞ 5-6 അധ്യായത്തിൽ, നിങ്ങൾ യാഗപീഠത്തിൽ യാഗം കഴിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് യാഗം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് നിന്റെ സഹോദരനോട് നിന്നോട് വല്ലതും, നിന്റെ സഹോദരനോട് നിന്നോട് വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ, ആദ്യമേ ആരാധനയല്ല കഴിക്കേണ്ടത്, യാഗവസ്തു അവിടെ വെച്ചിട്ട് പോയി നിരപ്പ് പ്രാപിച്ചു വന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? അങ്ങനെയാണെങ്കിലേ ഈ സഭ വിട്ടു പോകുന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെടുമോ? പറ. നിങ്ങൾ പറയാൻ മടിയായതുകൊണ്ട് പറയാം, എല്ലാം ശാപത്തിന്റെ നുഖത്തില. കണ്ടോ, ഒരു ചർച്ച് ആ ദൈവദാസനെ വേദനിപ്പിച്ച് ആ ദൈവദാസനോട് പറയാതെ കാരണമുണ്ടാക്കി ചെയ്ത് ആ സഭയിൽ നിന്നും അവർ പോകുമ്പോൾ എവിടെ പോയി ആരാധിച്ചാലും ആ ആരാധന സ്വീകരിക്കുന്നത് ദൈവമായിരിക്കത്തില്ല, സാത്താനായിരിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കാരണം ബൈബിൾ അതാന്നേ. നിങ്ങൾ യാഗം കഴിക്കാൻ പോകുമ്പോൾ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ കണ്ടോ, യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് എന്ത് ചെയ്യണം? നിരപ്പ് പ്രാപിക്കണം. സ്തോത്രം. അപ്പൊ ഞാനില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി അപ്പുറത്ത് പോയി ആരാധിക്കുമ്പോൾ ഇവിടെ അവൻ ഏറ്റുപറയേണ്ടത്, നിരപ്പ് പ്രാപിക്കേണ്ടത്, അവൻ ക്ഷമ പറയേണ്ടത്, പറയാതെ കിടക്കുന്നിടത്തോളം കാലം അവൻ അവിടെ പോയി ആരാധിക്കുമ്പോൾ ദൈവമാണോ ഇറങ്ങുന്നത്, പകരം പിശാചാണോ ഇറങ്ങുന്നത്? ദൈവിക നന്മയാണോ അവന്റെ മേൽ വരുന്നത്, ദൈവിക ശാപമാണോ അവന്റെ മേൽ വരുന്നത്? ഈ വചനം വെച്ച് പഠിച്ചോ. സ്വതന്ത്രം. ആമേൻ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അറിയേണ്ടത്, അവിടെ 11 വാക്യം പറയുന്നു, അവർ നമ്മെ എന്നിൽ ജനം വിശ്വസിക്കേണ്ടതിന് അവർ ഒന്നാകുന്നത് പോലെ അല്ലേ? വായിച്ചേ. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്. അവർ രണ്ടാമതും കർത്താവ് പ്രാർത്ഥിച്ചു, അവർ നമ്മെ പോലെ എന്താകണം? ഒരു ഹല്ലേലൂയ എന്ന് പറ. സ്വതന്ത്രം. നമ്മളെ ഈ കർത്താവ് പത്രോസ് ഒരിക്കൽ പറഞ്ഞു, വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന്. അപ്പൊ പണ്ട് എന്നിട്ട് മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ ക്രിസ്തുവിൽ നിങ്ങൾ വെളിച്ചമായി. മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു? പണ്ട് ഞാൻ പറയുന്നതുകൊണ്ട് ക്ഷമിക്കണേ, ലൈവിൽ ആരെങ്കിലും ഒക്കെ കേൾക്കുന്നെങ്കിൽ മറ്റൊന്നും ചിന്തിക്കല്ലേ, ഞാൻ ഓപ്പണായിട്ട് വചനം പറയുക. മുമ്പേ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ നല്ല പട്ട് സാരിയൊക്കെ ഉടുത്ത് നല്ല വൃത്തിയായിട്ട് പള്ളിയിൽ പോകുന്നു,
കുമ്പിടുന്നു, നമസ്കരിക്കുന്നു, കുർബാന കഴിക്കുന്നു, നേരെ തിരിച്ചു പോരുന്നു. ആരുമായിട്ട് എന്തില്ല? നമുക്കൊരു ബന്ധവുമില്ല. അവിടെ അങ്ങനെ മതി, ബന്ധം വേണ്ട. പ്രൈസ് ദി ലോർഡ്. പക്ഷെ കർത്താവ് പഠിപ്പിച്ചു അങ്ങനെയല്ല. ഇവിടെ അങ്ങനെയല്ല. നാം ഒരു ശരീരമാണ്. എന്താണ്? ഒരു ശരീരമാണ്. ഒരു ശരീരമാണ് നമ്മൾ. അപ്പോ രണ്ടാമത് കർത്താവ് 17 പഠിപ്പിച്ചു. ഇനി 23-ാം വാക്യം നോക്കിക്കേ. 23-ാം വാക്യത്തിൽ അത് തന്നെ കർത്താവ് പ്രാർത്ഥിച്ചു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന്. അവരും എന്താകണം? ഒന്നാകണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒറ്റ അധ്യായത്തിൽ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു? ഞാനിപ്പോൾ ഒരു വിഷയം പ്രാർത്ഥിക്കുക, ഞാൻ ഇവിടെ വന്നിട്ട് ആമേൻ പ്രാർത്ഥിക്കുക, ആമേൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ ഇവരൊന്നാകണേ, കർത്താവേ ഇവരൊന്നാകണേ, കർത്താവേ ഇവരൊന്നാകണേ എന്ന് ഞാൻ എടുത്തെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്നവൻ ചോദിക്കുക, ഈ പാസ്റ്റർ കുറെ നേരമായി ഒന്നാകണേ ഒന്നാകണേ, എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടോ എന്ന് ചോദിക്കത്തില്ലേ? ഈ കുറെ നേരമായല്ലേ ഇവർ ഒന്നാകാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഇന്ന് രാത്രി തിരുവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, എടാ നീ ഒന്ന് വായിച്ചു നോക്ക്, നീ ഒന്ന് ചുമ്മാ പ്രസംഗിക്കാൻ വേണ്ടി വായിക്കല്ലേ, നീ നന്നാകാൻ വേണ്ടി ഒന്ന് വായിച്ചു നോക്ക്. ഞാൻ 17-ാം അധ്യായത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് ഇവരെങ്ങനെയെങ്കിലും ഒന്ന് ഒന്നാകാൻ വേണ്ടിയാ. പക്ഷെ ഒറ്റ ചർച്ചിനകത്ത്, ഒരു കുടുംബത്തിനകത്തും പിശാച് ഒന്നാകാൻ അവൻ അനുവദിക്കത്തില്ല. പക്ഷെ ഇന്ന് രാത്രി എന്നോടൊപ്പം നിൽക്കാൻ എത്ര പേരുണ്ട്? അവന്റെ തന്ത്രങ്ങള് ഇന്ന് രാത്രി ഒന്ന് അറുത്തു മാറ്റുവാൻ, അവന്റെ പദ്ധതികള് ഇന്ന് രാത്രി ഒന്ന് എടുത്തു മാറ്റുവാൻ, തകർക്കുന്നതിന്, അവൻ ഛിന്ന ഭിന്നമാക്കുന്നതിന്, ചിതറിച്ച് കളയുന്നതിന്, ചിതറിപ്പിക്കുന്നതിന് അവൻ ഒന്ന് എടുത്തു മാറ്റി ദൈവസഭ ഒന്നാകേണ്ടതിന്. കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഞാൻ ഒരു വാക്യം കൂടി അതിനോട് ബന്ധപ്പെട്ടൊന്ന് തരാം, വേഗത്തിൽ പോണം കേട്ടോ. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചേ. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 12-ാമത്തെ വാക്യം. ശരീരം ഒന്ന്, അതിനവയവം പലതും. ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരമായിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും. ശരീരം ഒന്ന, അതിന്റെ അവയവം പലതാ. ശരീരത്തിന്റെ അവയവം പലതായിരിക്കും. എന്നാൽ ആമേൻ കർത്താവ് പറയാണ് ക്രിസ്തുവും അങ്ങനെയാണ്. നമ്മൾ ഒരു ശരീരമാണ്. ക്രിസ്തുവിന്റെ തലയാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളാണ് നമ്മൾ. കർത്താവിന് സ്തോത്രം പറയാൻ പറ്റുമോ? ഇവിടെ ആരാ വലിയവൻ? ഇവിടെ നമ്മുടെ ശരീരത്തിൽ വലുതേതാ? പറമക്കളെ, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലുതേതാ? തലയാണോ? കണ്ണാണോ? കാലാണോ? തല മെസ്സേജ് കൊടുക്കുന്നു, ദാണ്ട് ഇവിടെ ഒന്ന് തൂക്കാൻ. അപ്പൊ കൈ പറയാ എനിക്ക് നേരമില്ലെന്ന് പറഞ്ഞ തല എന്ത് ചെയ്യും? പറയുന്നു. ഞാനിവിടെ പ്രസംഗം ചെയ്യുമ്പോൾ എൻ്റെ ഈ തള്ളവരൽ അല്പമായിട്ട് ഇങ്ങനെ വേദനയുണ്ട്. അപ്പോൾ എൻ്റെ തലച്ചോറ് പറയുക ഈ കാല് വെച്ച് പതിക്കൊന്നിങ്ങനെ അമർത്തിപ്പിടിക്കാൻ, മരവിച്ചിട്ടുണ്ട്, ഒന്ന് അമർത്തിപ്പിടിക്കാൻ. അപ്പോൾ എൻ്റെ ഈ കാല് പറയുക പോയി പണി ഉണ്ടാന്ന് നോക്കുക, എനിക്ക് നേരമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ആരാ വലുത്? പറ. തലയാണോ വലുത്? ആണോ? തല മെസ്സേജ് കൊടുത്താൽ അത് പ്രവർത്തിക്കാൻ കൈക്കും കാലിനും നേരമില്ലെങ്കിലോ? മനസ്സിലാകുന്നുണ്ടോ? എല്ലാ അവയവവും വിലയേറിയതാ. അത് പറയാനായി പറഞ്ഞു വന്നേ. അങ്ങനെയാണ് സഭക്കകത്ത് ആരാ വലുത്? ആരുമില്ല. ആമേൻ. എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവർക്കും അതിന്റെ മാന്യതയുണ്ടല്ലേ. എൻ്റെ ഈ ഷർട്ടിന്റെ ബട്ടൺസ് ഇടാൻ എൻ്റെ ഈ 2 കൈ കൊണ്ടേ പറ്റൂ. കൈ വലുതാണ്, കേൾക്കണ്ടേ, കേട്ടാലല്ലേ പറയാൻ പറ്റൂ. അപ്പൊ ചെവി വലുതല്ലേ, കേട്ടത് കൊണ്ട് മാത്രമായോ? കേട്ടത് പറയണ്ടേ, നാക്ക് വേണ്ടേ? അല്ലേ?
അങ്ങനെയാണെങ്കിൽ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം വലുതല്ലേ? സഭക്കകത്ത് ആരാ ചെറിയവൻ? എല്ലാവരും വലിയവരല്ലേ? എല്ലാവരും ഒരുപോലെയല്ലേ? ആരെയും മാറ്റി നിർത്താനില്ല, ആരെയും മാറ്റിയിടാനില്ല, ആർക്കും ആമേ പുച്ഛം പറയാനില്ല, ആരെയും എഴുതി തള്ളാനില്ല. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ ആഗ്രഹിക്കുന്നത് നമ്മൾ ക്രിസ്തുവിലെല്ലാം എന്താകണം? ഒന്നാകണം. ഫിലിപ്പിയർ 2:2 വായിച്ചേ. ഫിലിപ്പിയർ ലേഖനം 2-ാമത്തെ വാക്യം. അല്പം വേഗത്തിൽ പോകണം നമുക്ക്. വാക്യം ഒന്ന് വേഗം വിട്ടോ മോനെ. നിങ്ങൾ ഏക മനസ്സുള്ളവരായി, നിങ്ങൾ ഏക മനസ്സുള്ളവരായി. അപ്പൊ ഒരു ശരീരമാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാകൂ? ഏക മനസ്സ്. ഒരു ട്രെയിൻ പാളത്തെ കിടക്കുക. രണ്ടറ്റത്തും 2 തലവണ്ടിയുണ്ട്. രണ്ടും സ്റ്റാർട്ട് ചെയ്ത് രണ്ടിടത്തോട്ടും പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക. വല്ലയിടത്തും പോകാൻ നടക്കുമോ? മറ്റോ സൗത്തിൽ നിന്ന് തെക്കോട്ട് പോകാൻ വേണ്ടി അമ്മ സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്നു. മറ്റോ സൗത്തിൽ നിന്ന് വടക്കോട്ട് പോകാൻ ഒറ്റ വണ്ടിയാന്നേ. രണ്ടിടത്ത് 2 എഞ്ചിനാ. ഒന്ന് തെക്കോട്ടും ഒന്ന് വടക്കോട്ടും പിടിപ്പിച്ചിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇത് എവിടെയെങ്കിലും എത്തുമോ? ഒരിടത്തും എത്തത്തില്ല. എഞ്ചിന് ഏതാ പവർ? ഒന്നും പറയാനല്ല, ഒരേ പവറാ. അതുകൊണ്ട് അവിടെ ഇവിടെയും വലിച്ചത് അവിടെ തന്നെ കിടക്കത്തേ ഉള്ളൂ. സ്വത്രം പറയാൻ പറ്റുമോ? അല്ല. ഏക മനസ്സുള്ളവരായി, ശരീരം ഒന്നായെങ്കിൽ മാത്രമേ, ഒരു ചിന്ത വന്നെങ്കിൽ മാത്രമേ, ഒരു ഹൃദയം വന്നെങ്കിൽ മാത്രമേ ഏക മനസ്സുണ്ടാകൂ. ഈ ചില കുടുംബത്തെ നമ്മൾ ചെല്ലുമ്പോഴേ, ചില ഭവനത്തിൽ ചെല്ലുമ്പോൾ എത്ര പ്രാർത്ഥിച്ചാലും ഇതങ്ങ് കൊണപ്പെടത്തില്ല. അപ്പൊ നമ്മൾ പറയും ഇതെന്താ ഇത്ര നാളായിട്ടും ഗുണം. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഈ ഗുണപ്പെട്ടവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത്, നമ്മൾ ഈ മറ്റുള്ളവരെ നോക്കി ചൊറിഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മൾ എന്താണ് അനുഗ്രഹിക്കപ്പെടാത്തതെന്ന് കണ്ടുപിടിച്ചാൽ മതി. കാര്യം നടക്കും. ഒറ്റ കാര്യമുള്ളൂ. എന്തുകൊണ്ടാണ് അവർ അനുഗ്രഹിക്കപ്പെടാത്തത്, അതിനകത്തൊരു വിടുതൽ ഉണ്ടാകാത്തത് എന്ന് ചോദിച്ചാൽ, അമ്മയ്ക്ക് വേറൊരു തീരുമാനം, അപ്പന് വേറൊരു ചിന്ത, ഭാര്യയ്ക്ക് മറ്റത്, അല്ലെങ്കിൽ ഭർത്താവിന് മറ്റൊരു ചിന്ത. 4 പേരുണ്ട്, 4 പേർക്കും 4 ചിന്തകളുമായി ഒരു ഭവനം മുന്നോട്ട് പോയാൽ ഒരിക്കലും ആ ഭവനം കരയിലെത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ വളരെ ശക്തമായിട്ട് പറയുന്നു, മാതാവേ നീ ക്ഷമിക്കേണ്ടിടത്ത് നീ ക്ഷമിക്കണം, പിതാവേ നീ ക്ഷമിക്കേണ്ടിടത്ത് നീ ക്ഷമിക്കണം, കുഞ്ഞുങ്ങളെ നിങ്ങൾ ക്ഷമിക്കേണ്ടിടത്ത് നീ ക്ഷമിക്കപ്പെടണം. അങ്ങനെ ഒരുമിച്ച് ഐക്യതയിൽ മുന്നേറിയില്ല എങ്കിൽ നിങ്ങളുടെ ഭവനം ഒരിക്കലും അനുഗ്രഹിക്കപ്പെടുകയില്ല. അവയവം ഒന്നാണ്, ശരീരം ഒന്നാണ്, തല ആമേൻ ക്രിസ്തുവാണ്. ആമേൻ തലയാകുന്ന ക്രിസ്തുവിൽ അധീനപ്പെട്ടിരിക്കട്ടെ ദൈവസഭ, ദൈവിക കുടുംബങ്ങൾ. അമ്മേ, കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ദൈവമക്കളെ, ഇതാണ് ആമേൻ. നമുക്കറിയാമോ, ആദിമ സഭയിലെ അല്ലെങ്കിൽ ആരംഭകാലത്തിലെ പെന്തക്കോസ്ത് കുടുംബങ്ങൾ, അപ്പച്ചന്മാർ അമ്മച്ചിമാർ അനുഗ്രഹിക്കപ്പെട്ട ചരിത്രം എന്നാന്നറിയോ? അവർക്കൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു മോനെ. ഇത് ആമേൻ എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളൊന്ന് കേൾക്കണം. ആരംഭകാലത്തിലെ പെന്തക്കോസ്തിന്റെ അനുഭവം എന്ന് പറയുന്നത്, വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് അപ്പനും അമ്മയും കൂടി എഴുന്നേക്കും. അവർ എഴുന്നേറ്റിട്ട് മക്കളെ വിളിക്കും, മക്കൾ വന്നിരിക്കും, പായിടും, അപ്പനൊരു പാട്ട് പാടും, ഒരുമിച്ച് പാട്ടുപാടി ആരാധിക്കും. ആരാധിച്ചു കഴിയുമ്പോൾ അപ്പനൊരു വാക്യം വായിക്കും. ഒരു 10 മിനിറ്റ് ആമേ കുടുംബനാഥന വചനത്തെ കുറിച്ച് ആ കുടുംബത്തിനകത്തൊരു ക്ലാസ് എടുക്കും. ഇത് കഴിഞ്ഞ് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വരും. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടിയിരിക്കും, ഒരുമിച്ച് ആരാധിക്കും, ഒരുമിച്ച് ദൈവവചനം ഷെയർ ചെയ്യും, അല്ലെങ്കിൽ ഒരുമിച്ച് സങ്കീർത്തനം എല്ലാവരും കൂടി വായിക്കും. ഇങ്ങനൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു നമ്മുടെ വിശ്വാസത്തിന്റെ മുൻനിരയിൽ നിന്നവർക്ക്. പക്ഷെ നമുക്കിന്നെന്തുണ്ട്? കാഴ്ചക്ക് ഭയങ്കര വിശ്വാസികളാന്നേ, പക്ഷെ കുടുംബ പ്രാർത്ഥനയുള്ള എത്ര കുടുംബമുണ്ട്? സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ഒന്ന് വീട്ടിൽ വന്ന് ബാക്കിയുള്ള നന്മയൊന്നും വേണ്ട,
ഇനിയിപ്പോൾ എനിക്ക് സ്വർണം അരച്ച് കിട്ടുന്ന നന്മ കിട്ടിയാലും ഞാനും എൻ്റെ കുടുംബമായിട്ട് ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ഒരു സമയം എനിക്ക് വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഒന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ഒരു വിശ്വാസ ഭവനങ്ങൾ ഇന്ന് രാത്രി ഇതിനകത്തൊന്ന് ഉടലെടുക്കട്ടെ ദൈവമക്കളെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ദൈവസഭയ്ക്ക് വന്ന മൂല്യച്യുതി എന്നാണെന്നറിയാമോ? എല്ലായിടത്തും ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മെറ്റീരിയൽസ് ബ്ലെസ്സിംഗ് ആണ്. അനുഗ്രഹിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും. ആമേൻ. എല്ലാ ദൈവസഭകളും അനുഗ്രഹത്തിന്റെ കൂമ്പാരത്തിലേക്ക് ആളുകളെ കൊണ്ട് എന്നങ്ങ് അറ്റത്ത് നിർത്തിയിരിക്കുക. പക്ഷെ എന്നാ പറ്റിയെന്നറിയാമോ? പോതുള്ള, മനസ്സിലായോ? പോട് പിടിച്ച വൃക്ഷങ്ങളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പോട് പിടിച്ച വൃക്ഷം. അതുപോലെയാണ് ഇന്നത്തെ പെന്തക്കോസ്ത്. മനസ്സിലായില്ലല്ലേ? പറഞ്ഞു തരാം. ആമേൻ. എൻ്റെ പഴയ വീട് എന്ന് വെച്ചാൽ എൻ്റെ തറവാട് വീട് പൊളിച്ച് പണിയാൻ നേരത്ത് എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, മരം നമുക്ക് പുറത്തൊന്ന് മേടിക്കണ്ട, നമ്മുടെ വീടിന് ചുറ്റും നല്ല പൂപ്പരുത്തി നിപ്പുണ്ട്. അത് ശരിയാണ്, നമ്മളിങ്ങനെ പിടിച്ചാൽ കൂടാത്ത പോലെ പൂപ്പരുത്തി 3 നിപ്പുണ്ടായിരുന്നു. അപ്പച്ചൻ പറഞ്ഞു, കട്ടിളക്കും ജനലക്കും ആ പരുത്തി മതി. പക്ഷേ വീട് പണി ആരംഭിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരാളെ വിളിച്ച് പരുത്തി വെട്ടി, പൂപ്പരുത്തി വെട്ടി വെള്ളത്തിലിടാൻ. വെട്ടിയപ്പോഴല്ലേ മനസ്സിലായത് പുറന്തോടെ ഉള്ളൂ, അകത്തു മൊത്തം പോടായിരുന്നു. അകത്തു മൊത്തം പോടായിരുന്നു. ഇലയുണ്ടായിരുന്നു, പുറമേ അതിന്റെ വള്ളി ഉണ്ടായിരുന്നു, പക്ഷെ അകത്തില്ലായിരുന്നു. ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹത്തിനകത്ത് വെറും പോടേ ഉള്ള ദൈവമക്കളെ, അകത്തൊന്നുമില്ല. ഒരു വാക്ക് പറഞ്ഞാൽ രണ്ടാമത്തെ വാക്കിന് പിണങ്ങിപ്പോകുന്നവർ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കൈപൊക്കുന്ന പെന്തക്കോസ്തുകാർ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് പ്രശ്നമുണ്ടാക്കി പോകുന്ന ഒരു വട്ടം ദൈവമക്കൾ. എന്നാൽ ഇന്ന് രാത്രി തിരിച്ചറിയ, നമുക്ക് വേണ്ടത് പോട് പിടിച്ച ദൈവമക്കളെ അല്ല, പോട് മാറിയത് അകത്ത് കാതലുള്ള ചിലത്. കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ പറ. ആമേൻ, സ്തോത്രം. നിങ്ങൾക്കറിയാമോ ഇവിടെ പണിതിരിക്കുന്നത് ഇത്? ആമേൻ, ഈ തടി ഉണ്ടല്ലോ, ഇത് പോട് പിടിച്ച തടിയല്ല. ഈ തടിക്കകത്തൊരു കാതലുണ്ടായിരുന്നു. അകത്ത് കാതലുള്ളതിനെയാ മരപ്പണിക്കെടുക്കുന്നത്. ഇന്ന് രാത്രി സൈന്യങ്ങളുടെ യഹോവയെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഡെലിവറൻസ് ചർച്ചിനകത്ത് പോട് പിടിച്ചത് വേണ്ട, കാതലായത് മതി, കാതലായത് മതി, കാതലായത് മതി. പോട് പിടിച്ചത് വേണ്ട, കേടുപാടുള്ളത് വേണ്ട. ഹല്ലേലൂയ. ആ നിലയിലേക്ക് ദൈവസഭ, ദൈവമക്കൾ വചനത്തിൽ പണിയപ്പെടട്ടെ. സ്തോത്രം. ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ട് ക്ഷമിക്കണം. പോട് പിടിച്ച ദൈവസഭ എന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? കേരളത്തിലെ ദൈവസഭകളിലെ യവനക്കാർ മുഴുവൻ, ആമൻ, ദൈവവചനം കേൾക്കുന്ന യവനക്കാരും യവനക്കാരത്തികളും, ആമൻ, അവർക്ക് ബോധിച്ച, ആമൻ, പുരുഷന്മാരുടെ കൂടെ ബോധിച്ച സ്ത്രീകളുടെ കൂടെ അവർ ഒളിച്ചോടിപ്പോകുന്ന ഒരു വല്ലാത്ത തലമുറയുടെ ഘട്ടത്തിൽ ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ശാപം പുറകെ കയറി വരും. നീ ആരെങ്കിലുമൊക്കെ കണ്ടുവച്ചിട്ടുണ്ടോ? ഇപ്പോ നീയും ചിലതിനെയൊക്കെ നോക്കി കണ്ടുവച്ചിട്ടുണ്ടോ? കുറിച്ചു വെച്ചോ? അറിയാതെ ഒരു ശാപം നിന്റെ തലയിൽ വരും. അപ്പനും അമ്മയും ഈ പുസ്തകം ചുമക്കുമ്പോൾ അവരുടെ തലകുനിയാനിടയാകാതെ ജീവിക്കുന്നത് ആ തലമുറകൾക്ക് ഏറ്റവും അനുഗ്രഹം. ഇന്ന് രാത്രി കർത്താവിനെ വളരെ ശക്തമായി ചില ഇടപെടലുണ്ട്, ചില ദൂതുകൾ ആത്മാവിന് എന്നെ കാണിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് പറയുക, വളരെ കെയർഫുൾ ആയിരിക്കണം. നിന്നെ ശ്രദ്ധിക്കുന്നവരുണ്ട്. ഞാൻ പല കാര്യങ്ങളും പല സഭയുടെ അകത്ത് പല ദൂതുകൾ ദൈവം തരുമ്പോൾ ഞാൻ മനഃപൂർവ്വം വിഴുങ്ങാറുണ്ട്. പക്ഷേ ചിലത് വിഴുങ്ങാൻ ദൈവം എന്നെ അനുവദിക്കത്തില്ല. അതുകൊണ്ട് പറയുക, ആമേൻ, കുഞ്ഞെ, നീ ഒരു ദൈവിക ബന്ധത്തിൽ വരണം. അരുതാത്തതൊന്നും നിന്റെ നാവിൽ, നിന്റെ ചുണ്ടത്ത് നീ വെക്കരുത്. ഒരുപക്ഷെ ഈ കസേരയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിന്നെ കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. അഗ്നിജ്വാലക്കത്ത് കണ്ണുള്ളവനായ തമ്പുരാൻ നിന്നോട് ദൂത് പറയുന്നു ഇന്ന് രാത്രി. മദ്യപാനിയും പുകവലിക്കുന്നവരും ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. ഇന്ന് രാത്രി കർത്താവ് നിനക്കൊരു ലാസ്റ്റ് വാർണിംഗ് തരികയാണ്. നീ ഒന്ന് തിരിച്ചു വന്നോ, നിന്നെ ദൈവം മാനിക്കും.
ഇല്ല എങ്കിൽ കരച്ചിൽ കുടുംബത്തിനകത്ത് ഉയരും. ഇന്നൊരു തീരുമാനത്തിൻ്റെ രാത്രിയാണ്. പരിശുദ്ധാത്മാവിനോട് അതല്ല എന്ന് പറയാൻ നിനക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ പരസ്യമായി പറയാം. അല്ല, ഇന്ന് രാത്രി എന്നെ കാണിച്ചത് പരിശുദ്ധാത്മാവാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറഞ്ഞു, നിന്റെ ജീവിതം ഇന്ന് രാത്രി മാറണം. തമ്പുരാനുമായി ഒരു തീരുമാനം നീ എടുത്താൽ നിന്റെ ജീവിതത്തെ ദൈവം ഇന്ന് രാത്രി മാറ്റും. പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിൻ്റെ നടുവിൽ ദൈവം വെളിപ്പെടുത്തും. അതന ജനഘടകൽ ഘടകത്തുര ജനഘടകത്തന റീബന സന്ധേ റിബൽ ഘടകക്ഷന ഉടകല ഘടക ജഗന ധിനീപനാഥല. നീയായിട്ടൊരു തീരുമാനമെടുക്കരുത്. നീ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം ഒടുവിൽ നിനക്ക് നഷ്ടക്കണക്കായി മാറും. ചില തീരുമാനങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി നീ വിട്ടേക്ക്. നിന്റെ തീരുമാനമല്ല എൻ്റെ തീരുമാനമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആലോചന പറയുക. ഞാൻ നിനക്ക് വേണ്ടി ഉത്തമമായതും വലുതും ചിലത് കരുതും. പക്ഷെ നീ ഉള്ളിൽ കരുതി വെച്ച ചിലതുണ്ട്, അത് ഇന്ന് രാത്രി വിട്ടേക്ക്. അത് ദൈവഹിതമല്ല. അതനാ ജനഘടകത്തി വടക്കട്ടം ദീപല അതുനം ചലഘടകത്തല റിബാനകസി കല. പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രി നിന്നോട് ആലോചന പറയുന്നു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവാകുന്നതിന് മുൻപ് ദൈവം നിന്നെ കണ്ടതാ. നീ മാറിപ്പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കർത്താവ് ഇന്ന് രാത്രി ആഴമായ ചില വെളിപ്പാടുകൾ എന്നെ കാണിക്കുകയാണ്. അത് കാണിച്ചിട്ട് കർത്താവ് എന്നോട് പറയുന്നു, നിന്റെ കൈവിരലുകളെ ആമൻ ഗിറ്റാറിൻ്റെ കമ്പിക്കകത്തുടക്കിയതുപോലെ ചില കമ്പികൾ വീണമീട്ടുന്നത് പോലെ നീ വീണമീട്ടുന്നു. പക്ഷെ ഇന്ന് രാത്രി കർത്താവിൻ്റെ മുമ്പിൽ നീ വീണമീട്ട് സ്വർഗം നിന്നെ മാനിക്കാൻ പോകുക. അതനാ ജനഘടകധന റിബാലഘടകധന റിബാലകസി അധുനം ജലഘടകൽക്കര. ഇന്ന് രാത്രി കർത്താവ് നിന്നെ നടുവിൽ ഇറങ്ങി നിൽപ്പുണ്ട്. ചില വെളിപ്പാടുകൾ ഇന്ന് രാത്രി ദൈവം എന്നെ കാണിക്കുന്നുണ്ട്. ആമൻ വളരെ ശക്തമായി പരിശുദ്ധ ആത്മാവിൽ ഞാൻ പ്രവചിച്ചുകൊണ്ട് പറയുക, ഇന്ന് രാത്രി ഒരു മടങ്ങി വരവിന്റെ രാത്രിയാണ്. ഇന്ന് രാത്രി ഒരു തിരിച്ചു വരവിന്റെ രാത്രിയാണ്. കരമുയർച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഈ പുൽപിറ്റ് എനിക്ക് ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ ഇവിടെ പ്രസംഗിക്കാൻ വന്ന ഒരു ദൈവദാസൻ പറഞ്ഞു, ഭാഷേ ആ പുൽപിറ്റ് എനിക്ക് ഭയമാണ് ഭാഷേ. ഈ പുൽപിറ്റിൽ നിന്ന് ആർക്കും വേഷം കെട്ട് കാണിക്കാനൊക്കത്തില്ല. ഈ പുൽപിറ്റി പാപം ചെയ്ത് കയറാൻ കഴിയത്തില്ല. ഈ പുൽപിറ്റി ദൈവഹിതമല്ലാതെ ഒരുത്തൻ കയറി നിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് ബോഷ്ക്ക് പറയാൻ എനിക്കും ആവത്തില്ല. ദൈവം എന്നെ കാണിച്ച വെളിപ്പാടുകളാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ പിള്ളേർ എന്നോട് ചോദിക്കും, പപ്പ എന്നാ ഈ ചർച്ചിനകത്ത് ദൂത് പറയാത്തേ? ഞാൻ ദൂത് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ആരംഭകാലങ്ങളെ ദൂത് സാമിനറിയാം. ചർച്ചിനകത്ത് ഒരുത്തൻ കാലുകുത്തിയാൽ അവൻ്റെ അറയിൽ കിടക്കുന്ന ഏലസ് വരെ, പോക്കറ്റിൽ കിടന്നിരുന്ന ആമൻ സിഗരറ്റ് ഊറ്റ് വരെ, തീപ്പെട്ടി വരെ ഞാൻ പൊക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ തിരിച്ചു വരികയാണ്, ഞാൻ മടങ്ങി വരികയാണ്. കാരണം സഭയ്ക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. ഇനി ഈ സഭ ഇങ്ങനെ പോകാനൊക്കത്തില്ല. ഒരഴകുഴമ്പ പരുവത്തിൽ ദൈവസഭ പോകാൻ ദൈവം അനുവദിക്കത്തില്ല. പരിശുദ്ധ ആത്മാവിന്റെ രാത്രി വളരെ ശക്തമായ ആലോചന പറയുകയാണ്. ദൈവസഭയുടെ ഒരു മടങ്ങി വരവിന്റെ സമയമാണ്, തിരിച്ചു വരവിന്റെ സമയമാണ്. പരിശുദ്ധ ആത്മാവ് പറയുന്നു, ഈ രാത്രി ചിലതിനെ ദൈവം ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കല് ദാവീദിനോട് കർത്താവ് ഒരു ദൂത് പറഞ്ഞു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ മക്കളെ? നീ ഇരുട്ടത്ത് ചെയ്തത് ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. ചെയ്യും മക്കളെ, ദൈവം ചെയ്യും. കഴിഞ്ഞ ദിവസം ഒരുത്തൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, മോനെ നിന്റെ ടോയ്ലറ്റിൻ്റെ പൊക്കത്ത് വെന്റിലേറ്ററിൻ്റെ അതൊരു ബുക്കിരിപ്പുണ്ട്, എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എടുത്തുകൊണ്ട് വന്നിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഓടി എടുത്തുകൊണ്ട് വന്നു. ഞാൻ അവിടെ ഇട്ട് കത്തിക്കാൻ പറഞ്ഞു. പുറത്തിട്ട് കത്തിച്ചു. എന്നിട്ട് ഞാൻ മുറിക്കകത്ത് കയറ്റി പ്രാർത്ഥിച്ചു.
നമ്മുടെ കർത്താവ് ആരാന്നാ വിചാരിച്ചേ? വിശുദ്ധിയോടെ നിൽക്കുന്നവനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. രണ്ട് ശമൂവേൽ 12-ാം അധ്യായം. ഇവിടെ ഇരിക്കുന്ന എല്ലാ യവനക്കാർക്കും ഇന്ന് രാത്രി ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് ശ്രദ്ധിക്കുന്ന ലൈവിലൂടെ കണ്ടിരിക്കുന്ന എല്ലാവരോടുള്ള ദൈവത്തിന്റെ അരുളപ്പാട്, അത് നീ രഹസ്യത്തിൽ ചെയ്തു, ഞാനോ ഈ കാര്യം ഇസ്രായേലൊക്കെയും കാണുക. സൂര്യന്റെ വെട്ടത്തിൽ ചെയ്യും. മക്കളെ, ഭയപ്പെടേണ്ട ഭാഗമാണ്. ഭയപ്പെടേണ്ടവനെ ഭയപ്പെടണം. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തോട്ടൊന്ന് തിരിച്ചു വരട്ടെ. ആമേൻ. രണ്ടാമത് കർത്താവ് പ്രാർത്ഥിച്ച വിഷയം എന്നാ? ആമേൻ. ഒന്ന് വായിച്ച മോനെ, 11-ാം അധ്യായം 17-ാമത്തെ വാക്യം. വേഗം വായിച്ചോ. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. ഒന്ന്, അവർ ഒന്നാകാൻ പ്രാർത്ഥിച്ചു. രണ്ടാമത് യേശു പ്രാർത്ഥിച്ച എന്നാന്നറിയാമോ? കർത്താവേ, അവരെ ഒന്ന് വിശുദ്ധീകരിക്കണേ, അവരെ ഒന്ന് വിശുദ്ധീകരിക്കണേ, അവരൊന്ന് ശുദ്ധിമാന്മാരാകട്ടെ. കർത്താവിന് സ്തോത്രം പറ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടോ. നമ്മൾ ആരാകണം? അതാണ് ആന്റി. യേശു പ്രാർത്ഥിച്ചു, എന്റെ വചനം കേട്ട് വരുന്ന ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അവരെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. എന്റെ വചനത്താൽ അവരൊന്ന് വിശുദ്ധീകരിക്കണമേ. സ്തോത്രം, സ്തോത്രം. ഈ വചനമായി പ്രസംഗിക്കാൻ പെടുമ്പോൾ ജനത്തിന്റെ ഇടയിൽ ഒരു പാപബോധം ഉണ്ടാവും. അപ്പോൾ ജനം വരവ് നിർത്തും, ക്രൗഡ് കുറയും. പക്ഷെ നമുക്ക് വേണ്ടത് ക്രൗഡല്ല, നിത്യതയിലെത്തണം. ഞാൻ ആത്മാർത്ഥത്തോട് പറയുക, ഒരു വലിയ കൂട്ടത്തെ ഇടിച്ചകത്ത് കേട്ടിട്ട് നരകത്തിൽ കൊണ്ടുപോകുന്ന നല്ലത് 2 കൊണ്ട് നിത്യത പോകുന്നതല്ലേ? അല്ലേ? രണ്ടാമത് യേശു പ്രാർത്ഥിച്ചു. എന്നെ പ്രാർത്ഥിച്ചു? വായിച്ചേ. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. സത്യത്താൽ അവരെന്ത് ചെയ്യണേ? കർത്താവേ, എന്റെ വചനം കേൾക്കുന്ന ഇവർ എല്ലാവരും ആരാകണം? വിശുദ്ധരാകണം. അവിടെ ഭവനം വിശുദ്ധമാകണം, അവിടെ വ്യക്തിപരമായ ജീവിതം വിശുദ്ധമാകണം, അവിടെ കൊടുക്കുവാങ്ങലുകൾ വിശുദ്ധമാകണം, അവിടെ ഇടപാടുകൾ വിശുദ്ധമാകണം, അവരുടെ അകത്തും പുറത്തുമെല്ലാം വിശുദ്ധമാകണം. എനിക്കറിയാവുന്നൊരു അപ്പച്ചൻ പാസ്റ്ററുണ്ട്. ആ അപ്പച്ചൻ പാസ്റ്ററിനടുത്ത് ആ ചർച്ചിലെ ഒരു മോൾക്കൊരു മൊബൈൽ മേടിച്ചു. നിങ്ങൾ കേൾക്കണം കേട്ടോ. ഒരു മൊബൈൽ മേടിച്ചിട്ട് ഈ അമ്മ പറഞ്ഞു, പാസ്റ്റങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കടി. അപ്പോൾ അവൾ പ്രാർത്ഥിക്കത്തില്ല. വാന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോയി പ്രാർത്ഥിച്ചു. എന്നാന്ന് ചോദിച്ചു, എൻ്റെ മോൾക്കൊരു മൊബൈൽ മേടിച്ചു, പാസ്റ്റങ്ങളെ ഒന്ന് പ്രാർത്ഥിച്ചേ. പുള്ളി കയ്യിലെടുത്തിട്ട്, കർത്താവേ ഇത് നല്ല മൊബൈലാണല്ലോ, കർത്താവ് ഇത് നല്ല മൊബൈലാണല്ലോ, കർത്താവ് ഇത് ഞങ്ങളുടെ കുഞ്ഞിന് ദൈവം കൊടുത്തല്ലോ, അവൾ പഠിക്കുന്നവളാണ്, അവൾക്ക് ഒരുപാട് കാര്യം ഇതിനകത്തൊന്ന് പഠിക്കാനുണ്ട് കർത്താവേ, പക്ഷേ കർത്താവിൻ്റെ ഒരു കണ്ണിതിന്മേലുണ്ടാകണേ, കൊണ്ടുവെക്കും മോളെ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മൊബൈൽ പൊട്ടിത്തെറിച്ചു. കുത്തിവെച്ചാ പുത്തൻ മൊബൈൽ പൊട്ടിത്തെറിച്ചു. കഷ്ടിച്ച് അവിടെ രക്ഷപ്പെട്ടു. 2 ആഴ്ച കഴിഞ്ഞ് വന്നപ്പോ ഉദ്ദേശി ആ മൊബൈൽ എന്ത് ചെയ്തു? പറ, പൊട്ടിപ്പോയി. എന്ത് സംഭവിച്ചെന്നറിയില്ല. അവളൊന്ന് വിളിക്കാൻ പറഞ്ഞു. അവൾ പറഞ്ഞു, മോളെ സത്യമായിട്ട് പറ, ഞാൻ പ്രാർത്ഥിച്ചത് അങ്ങനെ പൊട്ടാൻ പാടില്ലല്ലോ, നീ എന്താ കണ്ടേ? പാസങ്ങളെ അതെ, എനിക്ക് തോന്നുന്നുണ്ട് പരിചയക്കാരുണ്ടായി, അവർക്ക് ഞാൻ മെസ്സേജ് വിടുമായിരുന്നു, അവരെനിക്ക് തിരിച്ചും വിടുമായിരുന്നു, ഞാൻ അങ്ങോട്ട് ഫോട്ടോ അയക്കുമായിരുന്നു, ഇങ്ങോട്ടും ഫോട്ടോ അയച്ചു, അത് കഴിഞ്ഞപ്പോൾ ആ പൊട്ടിത്തെറിച്ചേ. ഇനി എല്ലാവരും മൊബൈലിൻ്റെ തന്നെ ഞാനും ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാം അല്ലേ രാജേഷേ? നമുക്ക് ആ ബക്കറ്റിനകത്ത് ആ മൊബൈൽ ഒന്ന് മേടിക്കാം. ബോംബ് പൊട്ടുന്നത് പോലെ പൊട്ടട്ടെ. ഞാൻ പ്രവചിക്കണോ അല്ലെങ്കിൽ ബൈബിൾ പറയണോ? പ്രസംഗിക്കണോ? നിങ്ങൾ പറ.
ഇപ്പൊ തന്നെ സൈലൻ്റായി. ഞാൻ പ്രവചിക്കണോ അല്ലെങ്കിൽ വചനം പ്രസംഗിച്ച് അവസാനിപ്പിക്കണോ? നിങ്ങൾ പറ, ദൂതിലോട്ട് പോകണോ? ദൂതിലോട്ട് പോയാൽ ശരിയാകത്തില്ല, എന്നാലും പറയാതിരിക്കാനൊക്കത്തില്ല. എല്ലാ അമ്മമാരടക്കമായി ഇന്ന് രാത്രി ഈ ദൂത് എല്ലാവർക്കുമുള്ള ദൂത. എല്ലാവരോടും ആ പരിശുദ്ധ പറയും. യേശുവിൻ്റെ രണ്ടാമത്തെ പ്രാർത്ഥന, ദൈവമേ ഇവരെ ഒന്ന് എന്ത് ചെയ്യണേ? അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി കൈ കൊടുത്ത് പറ, ഇവരെ ഒന്ന് വിശുദ്ധീകരിക്കണേ. മംഗലാപുരത്ത് ജോസ് എന്ന് പറയുന്ന ഒരു അങ്കിള് എന്നെ ഇവിടുന്ന് പ്രാർത്ഥിക്കാൻ ടിക്കറ്റ് എടുത്ത് ട്രെയിനിന് വിളിച്ചോണ്ട് പോയി. പ്രാർത്ഥിക്കാൻ ചെന്നു, നല്ല ആഹാരമൊക്കെ തന്നു. പ്രാർത്ഥിക്കാൻ വേണ്ടി താഴെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് എനിക്കൊരു വെളിപ്പാട് തന്നു. 2 കുപ്പി ഈ മനുഷ്യൻ്റെ ഷെൽഫിനകത്തിരിക്കുന്നു. എനിക്ക് പറയാൻ പറ്റുമോ? എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നിരിക്കുക. തിരിച്ചു പോരുമ്പോൾ എനിക്ക് സ്തോത്ര കാഴ്ചയും തന്നെ. ആമേൻ പറഞ്ഞു. കുപ്പി കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മാറുന്നുമില്ല. എനിക്ക് ഇയാളോട് പറയാൻ പേടി. നമ്മുടെ സിനിമാ നട ഇന്നസെൻറ്റിൻ്റെ ഒരു കസിന പുള്ളിയോട് വന്നിട്ടുണ്ട്. അച്ഛൻ എന്നോട് പറഞ്ഞു, പായൊക്കെ ഇട്ടിട്ട് പറഞ്ഞു ഇരിക്കുക കേട്ടോ എന്ന് പറഞ്ഞ് പുറത്തോട്ട് പോയപ്പോൾ ഭാര്യ ഒരു ആയുർവേദ ഡോക്ടറാ. ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി ഞാനൊരു കാര്യമെന്ന് പറഞ്ഞോട്ടെ, 2 കുപ്പി ഇരിക്കുന്നത് എന്നെ പരിശുദ്ധാത്മാവ് കാണിച്ചു. ധൈര്യമായിട്ട് പറ ഭാഷ എന്ന് പറഞ്ഞു. ഞാൻ അവന് പറഞ്ഞു വിട്ടെ, വണ്ടിക്കാശ് എനിക്ക് തരുമോ? ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു. ധൈര്യമായിട്ട്, കാരണം തിരിച്ചെനിക്ക് പോരണ്ടേ, ഞാൻ പാർസക്ക് വണ്ടിക്കാശ് തരാം, പാർസ ധൈര്യമായിട്ട് പറയുമെന്ന് പറഞ്ഞു. വന്നിരുന്നപ്പോൾ ഞാൻ അച്ചായ കർത്താവ് എന്നെ 2 കുപ്പി കാണിക്കുന്നു. 2 കുപ്പി കാണിക്കുന്നു. 2 എണ്ണം ഇരിപ്പുണ്ട്. കർത്തൃമേശ എടുക്കുന്നുണ്ടല്ലേ? ഉണ്ട്. കുപ്പി അടിക്കുന്നുണ്ട്. ഇന്ന് മാറ്റിക്കോ, തമ്പുരാൻ തട്ടുമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ 2 കുപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ കാണുക 2ഉം കൂടി പൂൾ പറഞ്ഞ ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കളഞ്ഞു. നമ്മുടെ പഴയ ചർച്ചിന്റെ ഉദ്ഘാടനത്തിന് ജോസങ്ങൾ വന്നിരുന്നു. ഒരു സ്വതന്ത്രം പറയാൻ പറ്റുമോ? ദൈവം വിശ്വസ്തനാണ്. ദൈവം ആഗ്രഹിക്കുന്നു വിശുദ്ധിയോടെ ജീവിപ്പാൻ. കർത്താവ് ചിലപ്പോൾ ഇന്ന് രാത്രി വന്ന പോവണ്ടേ? ഒരു ഹല്ലേലൂയ പറ. കർത്താവിന്റെ കാഹളം കേൾക്കണ്ടേ? കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് എടുക്കപ്പെടണ്ടേ? കരമടിച്ചു ഹല്ലേലൂയ. ഒരു 5 മിനിറ്റിനകത്ത് ഞാൻ അവസാനിപ്പിക്കാം. 5 മിനിറ്റിനകത്ത് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. മോനെ, 1 ശമൂവേലിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം എന്നിട്ട് 6-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ ഉദ്ദേശിച്ച ഒരു വാക്യമാണോ? ഈ പരിശുദ്ധ ദൈവമായ യഹോവയുടെ മുമ്പാകെ, ഈ പരിശുദ്ധ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിൽപ്പാൻ ആർക്ക് കഴിയും? ആർക്ക് കഴിയും? പറ്റുമോ? നമുക്ക് പറ്റുമോ? ദഹിപ്പിക്കുന്ന അഗ്നിയുടെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് പറ്റുമോ? മക്കളെ, നമുക്ക് കഴിയുമോ? വിട്ടേക്ക്. ആമേൻ, സ്തോത്രം. 3 യേശു പ്രാർത്ഥിച്ച 3-ാമത്തെ പ്രാർത്ഥന 17-ാം അധ്യായം 13-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോ? ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. എന്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകേണ്ടത്. 3-ാമത് യേശുവിന്റെ പ്രാർത്ഥന, എന്റെ സന്തോഷം പറ അവരുടെ ഉള്ളിൽ എന്താകണം? പൂർണ്ണമാകണം. അല്പമായ സന്തോഷം കൊണ്ട് ഈ ക്രിസ്തീയ ജീവിതം നയിക്കരുത്. അല്പമായ സന്തോഷം കൊണ്ട് നിങ്ങൾ പോവരുത്. ഈ സന്തോഷം എന്ന് പറയുന്നത് പൂർണ്ണതയുടെ സന്തോഷമാണ്. പൂർണ്ണതയുള്ള സന്തോഷമാണ്. ബൈബിൾ പറയുകയാണ്, കർത്താവേ പിതാവേ ഈ സന്തോഷം അവരിൽ എന്താകണം? പൂർണ്ണമാകണം. 15-ാം വാക്യം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ലോകത്തിൽ നിന്ന് എടുക്കണം. പൂർണ്ണതയെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്, പക്ഷേ ഞാൻ വിടുന്നില്ല. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം. കർത്താവേ 4 ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങവരെ കാക്കണേ. അവിടെ കുഞ്ഞുങ്ങളെ അങ്ങ് കാക്കണേ. അവിടെ കുടുംബത്തെ ഒന്ന് കാത്തു സൂക്ഷിക്കണേ. ശത്രു കൊണ്ടുപോവല്ലേ, പിശാച് വഴിതെറ്റിക്കല്ലേ, അവിടെ ഭാമൻ യൗവനം തുച്ഛീകരിക്കല്ലേ, അവരുടെ നല്ല മാതൃക പിശാച് തകർത്തു കളയല്ലേ. യേശുവിന്റെ പ്രാർത്ഥന, പിതാവേ അവരെ എന്ത് ചെയ്യണേ? ദുഷ്ടന്റെ കയ്യിൽ കാത്തുകൊള്ളണേ. പറ, കാത്തുകൊള്ളണേ. എല്ലാരും പറഞ്ഞേ. ആരാ പ്രാർത്ഥിക്കുന്നേ? യേശുവാ പ്രാർത്ഥിക്കുന്നേ. കാത്തുകൊള്ളണേ. ഓക്കെ, വായിച്ചോ. ഇനി 24-ാം വാക്യം 5-ാമത്തത്. പിതാവേ, നീ ലോക സ്ഥാപനത്തിനു മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം. എന്റെ 5-ാമത്തെ പ്രാർത്ഥന, ഞാൻ ഇരിക്കുന്നിടത്ത് ആരിക്കണം? അവരും ഇരിക്കണം. എത്രാമത്തെ വാക്യമാ?
24. ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, നമുക്കെല്ലാം എവിടെ ഇരിക്കണം? പറ. യേശു ഇരിക്കുന്നിടത്ത് എനിക്ക് ഇരിക്കണമെന്ന് ആ വാഞ്ചയുള്ള കൊതിയുള്ള എത്ര പേരുണ്ട്? അവരെന്ത് കരം ഉയർത്തിക്കേ. ഓക്കെ, ശ്രദ്ധിച്ചോ. അവൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ 4 കാര്യം ആദ്യം പഠിക്കണം. 1, ഒന്നാകണം. 2, വിശുദ്ധിയിൽ കാക്കപ്പെടണം. 3, സന്തോഷം പൂർണ്ണമാകണം. 4, ദൈവസന്നിധി നിങ്ങൾ കാക്കപ്പെടണം. ഈ 4 കാര്യങ്ങൾ നാം ചെയ്താൽ അവൻ ഇരിക്കുന്നിടത്ത് നമ്മൾ ഇരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി കിടക്കുന്നതിന് മുമ്പ് ഒരൊറ്റ തവണ വീട്ടിൽ ചെന്ന് ഇതൊന്ന് വായിക്കണം. ഒരൊറ്റ സമർപ്പണത്തിന് വേണ്ടി കർത്താവിൻ്റെ ആത്മാവ് വളരെ ശക്തമായി എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ഒന്ന് സമർപ്പിച്ചിട്ട് വേണം ഇന്ന് രാത്രി പോകാൻ. ആരും പോവരുത്. ഇതിനകത്തുള്ള യൗവനക്കാരോടും യൗവനക്കാർത്തികളോടും കുഞ്ഞുങ്ങളോടും ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുന്നു. ഒരു വിശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. മക്കളെ, ദൈവം നിങ്ങളെ കണ്ടതാണ്, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. തമ്പുരാന്റെ കരം നിങ്ങളുടെ മേലുണ്ട്. നിങ്ങൾ ഒരിക്കലും വിട്ടുപോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ ഉടഞ്ഞു പോവാൻ ദൈവം അനുവദിക്കത്തില്ല. എത്ര പേർക്ക് തമ്പുരാന്റെ മുമ്പിൽ 2 കരവും നെഞ്ചോട് ചേർത്ത് വെച്ച് ഒന്ന് സമർപ്പിക്കാൻ കഴിയും? അതേ കർത്താവേ, അങ്ങിന്ന് രാത്രി വന്നാൽ, അങ്ങയുടെ കാഹള ശബ്ദം കേട്ടാൽ ഞാൻ കൈവിടപ്പെട്ടു പോവരുത്. എൻ്റെ അപ്പനും എൻ്റെ അമ്മയും കർത്താവിൻ്റെ കാഹള ശബ്ദം കേട്ട് എടുക്കപ്പെടുമ്പോൾ ഞാനിവിടെ തനിച്ചാകരുത്, ഞാനിവിടെ കൈവിടപ്പെട്ടു പോവരുത്. അതിന് തടസ്സമായി നിൽക്കുന്നതെല്ലാം ഇന്ന് രാത്രി വിട്ടുകളാ. ദൈവത്തെക്കാൾ ഉപരിയായി എൻ്റെ ഹൃദയത്തിൽ മറ്റെന്തിനോടെങ്കിലും ഒരു സ്നേഹമുണ്ടോ? അത് ഇന്ന് രാത്രി വിട്ടുകളാ. ദൈവസ്നേഹത്തെക്കാൾ ഉപരിയായി കർത്താവിൻ്റെ കൃപയിൽ നിന്നും എന്നെ മാറ്റിക്കളയുന്നത് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടോ? അത് മാറ്റിക്കള മക്കളെ. നമുക്ക് വലുത് കർത്താവല്ലേ. അവനിൽ വലുത് വല്ലതും ഉണ്ടോ? അവന് പകരം വെക്കാൻ വല്ലതും ഉണ്ടോ? അവന് തുല്യം പറയാൻ വല്ലതും ഉണ്ടോ? ഈ കർത്താവിനെ വിട്ടിട്ട് നമുക്ക് വേറെ എന്തിനെ തേടി പോകാൻ പറ്റും? ഒന്നുമില്ല കേട്ടോ. യേശുവെ വിടല്ലേ. യേശുവെ മുറുകെ പിടിച്ചോ. കർത്താവെ എന്നോട് ക്ഷമിക്കണമെന്ന് പറ. എൻ്റെ പ്രാർത്ഥന കുറഞ്ഞുപോയി, എൻ്റെ വിശുദ്ധ ജീവിതം കുറഞ്ഞുപോയി, ഞാൻ ബാഹ്യമായി ഒരു വിശ്വാസിയായി അഭിനയിച്ച് മുന്നോട്ട് പോകുന്നു. കർത്താവെ എന്നോട് ക്ഷമിക്കണമെന്ന് പറ. അതെ, എല്ലാവരും നോക്കുമ്പോൾ ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, എല്ലാവരും നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ബൈബിളുണ്ട്, ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറ. ദൈവമക്കളെ, കർത്താവെ ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവ് വളരെ ആഴമായി ഈ വചനത്തിലൂടെ ഇടപെട്ടത് കൊണ്ട് സ്തോത്രം. നിന്റെ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. നിന്റെ ജനത്തിൻ്റെ മേൽ അങ്ങയുടെ കൃപ പകരണമേ. ഞങ്ങൾ ഒന്നായിരിക്കേണ്ടതിന്, ഞങ്ങൾ വിശുദ്ധിയോടെ കാക്കപ്പെടേണ്ടതിന്, ഞങ്ങളെ തന്നെ സൂക്ഷിക്കേണ്ടതിന്, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ ഞങ്ങളെ പരിപാലിക്കേണ്ടതിന്, അങ്ങിരിക്കുന്നിടത്ത് ഞങ്ങൾ ഇരിക്കേണ്ടതിന് ഇന്ന് രാത്രി ഞങ്ങൾ തയ്യാറാകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ. ഞാൻ ഈ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ ഒരു ദർശനം കൂടി ദൈവം എന്നെ കാണിച്ചു. ഒരു നല്ല ഒഴുക്കുള്ള ഒരു നദി എന്നെ ദൈവം കാണിച്ചു. എന്നിട്ട് ആ നദിയുടെ മുകളിലേക്ക് കുറേ ഇലകളും പൂക്കളും വന്നു വീഴുന്നു. അതിങ്ങനെ ഒഴുകുന്നു. എന്നിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് പറയുക,
നീ കാണുന്നതിൽ 60% ആളുകളും ഈ വെള്ളത്തിൻ്റെ പുറത്തുകൂടി ഒഴുകുന്നവരാ. അകവുമായിട്ടൊരു ബന്ധവുമില്ല. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ട ദർശനമാണ്. അവർ പുറത്ത് ആ ഒഴുക്കിനനുസരിച്ച് ഒഴുകുന്നവരാ. അല്ല, അവരല്ല പോകുന്നത്, അടിയിലൂടെ ഒഴുകണം. ക്രിസ്തുമായി ഒരു ആഴമായ ബന്ധം നമുക്കുണ്ടാകണം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനാം യേശുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സംസർഗവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും സഭയോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ആമേൻ. യേശുവേ വരണമേ. എല്ലാവരും സമാധാനത്തോടെ കടന്നു പോകുക. കർത്താവ് എല്ലാവരും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാവട്ടെ.